ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറുണ്ട്, ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ ഈസി ആയിട്ട് പുറത്തെടുക്കും, പിന്നെന്തിനാ കാരാഗ്രഹത്തിൽ വിടുന്നത്? मैं यीशु मसीह से पूछता हूँ कि अगर बंदी गृह से आप इतने आसानी से उन लोगों को बाहर निकाल सकते हो, तो फिर उनको बंदी गृह में डालना ही क्यों है? അതിൻ്റെ ആവശ്യമുണ്ട്. इसकी क्या जरूरत है? പത്രോസിനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് പുഷ്പം പോലെ വാതിലെല്ലാം തുറന്നിറക്കിക്കൊണ്ട് पतरस को जेल में जाने की अनुमति दी, फिर खुद ही वो सारे दरवाजों को खोलकर उसको പൗലോസിനെ വിട്ടിട്ട് ഒരു ഭൂകമ്പം ഉണ്ടാക്കി ഇറക്കിക്കൊണ്ട് വരും. पौलुस को भेजता है, फिर एक भूकंप के साथ उसको बाहर लेकर आता है. വാതിലൊക്കെ പുഷ്പം പോലെ തുറക്കുന്നു. दरवाजा तब ऐसे ही खुल जाता है. എന്നാ പിന്നെ അങ്ങോട്ട് വിടാതിരിക്കല്ലോ. तो फिर भेजते ही क्यों है उन्हें? പക്ഷെ കാരാഗൃഹ പ്രമാണി ഇങ്ങനെ പുറത്തു വരും. देखिए, अगर वो जेल नहीं जाए तो उस जेल का जो प्रमुख है वो कैसे परमेश्वर को जानेगा? പ്രമാണി ഇതുവരെ മസിൽ പിടിച്ചിരുന്ന താൻ അടച്ച വാതിലാരും തുറക്കത്തില്ലെന്നും वो जेल का प्रमुख बहुत धैर्य से बोलता है, जो दरवाजा मैं बंद करता हूँ वो कोई खोल नहीं सकता. പക്ഷേ തന്നെക്കാൾ വലിയ ഒരുവനുണ്ടെന്ന് പുള്ളി അന്നറിഞ്ഞു. पर उस रात को वो समझ गया कि उससे भी बड़ा कोई है. ചിലർ അറിയണം അവനേക്കാൾ വലിയവനുണ്ടെന്ന്. कुछ लोगों को ये जानना जरूरी है कि उससे भी बड़ा कोई है. അതാണ് കർത്താവ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത്. और वही परमेश्वर मुझसे चाहता है, നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു. आपसे भी वही चाहता है അവരെക്കാൾ വലിയവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. कि उनसे भी बड़ा कोई आपके साथ है. ആമേൻ. നീ ഒറ്റയ്ക്കല്ല, तू अकेला नहीं, നിന്റെ കൂടെ तेरे साथ സകലതിനേക്കാളും വലിയ ഒരുവനുണ്ട്. सबसे बड़ा शक्तिशाली सामर्थी तेरे साथ है. അത് ഓഫീസിൽ തെളിയിക്കണം, वो ऑफिस में भी അത് साबित करना है, വീട്ടിൽ തെളിയിക്കണം, वो घर में भी साबित അത് करना है, സൊസൈറ്റിയിൽ वो समाज തെളിയിക്കണം, में भी साबित करना അത് है. നിനക്ക് ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ചിലരുടെ ഇടയ്ക്ക് തെളിയിക്കണം. तेरे कुछ खास लोगों के बीच में भी वो साबित करना है. ആമേൻ. हालेलुया. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓർക്കും ഇതൊക്കെ പിന്നെ എന്തിനാ, ഇതൊക്കെ അതിനാ. तो आप सोचते फिर ये सब क्यों है कठिनाई? അല്ലാതെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് കർത്താവിന് ഒന്നും നേടാനില്ല. और ऐसा नहीं कि मैं कष्टता में जाऊं और परमेश्वर उसका मजा उठाए. ഈ കർത്താവ് അങ്ങനത്തെ ഒരു കർത്താവല്ല. मेरा परमेश्वर ऐसा परमेश्वर नहीं है. എന്നെ സങ്കടത്തിന് വിട്ടിട്ട് മാറി നിന്നുകൊണ്ട് ആസ്വദിക്കുന്ന ഒരാളല്ല എൻ്റെ കർത്താവ്. मेरा परमेश्वर ऐसा परमेश्वर नहीं कि मुझे संकट में डाल दे और खुद उसके बारे में मजा उठाए. നിന്നെ സങ്കടപ്പെടുത്തിയിട്ട് ആസ്വദിക്കുന്ന ഒരുവനെ ഉള്ളൂ ഈ ലോകത്തിൽ, അവൻ്റെ പേരാ സാത്താൻ. तुझे दुख में देकर आनंद करने वाला एक ही व्यक्ति है, उसको हम शैतान बुलाते हैं. ആമേൻ. കാരണം അവൻ്റെ കയ്യിൽ മരണായുധങ്ങളാണ്. क्योंकि उसके हाथ में मृत्यु के औजार है. എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ ജീവന്റെ ആയുധങ്ങളാണ്. मेरे पिता के हाथ में जीवन के हथियार നീ है. ജീവനോടിരിക്കുന്നതാണ് എൻ്റെ അപ്പച്ചന് ഇഷ്ടം. तू जीवित रहता है, वही मेरी पिता की നീ इच्छा है. മരണത്തിലേക്ക് നടക്കുന്നതാണ് പിശാചിന് तू ഇഷ്ടം. मृत्यु की ओर चले, ये शैतान की अभिलाषा है. ആമേൻ. आमीन. ഈ രണ്ട് സംഘടനകളാ നിന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. और ये दोनों की ही युद्ध है जो तेरे जिंदगी में हो रही നീ है. ഇത് മനസ്സിലാക്കുന്നില്ല. तू नहीं समझ पा रहा. ഒരുത്തൻ നിന്നെ മരണത്തിലോട്ട് വിളിക്കുന്നു, एक तुझे मृत्यु की ओर खींच रहा है ഒരുത്തൻ നിന്നെ ജീവനിലോട്ട് और വിളിക്കുന്നു. एक तुझे जीवन की ओर बुला रहा है. ജീവനിലോട്ട് വിളിക്കുന്നവൻ जो तुझे जीवन की ओर बुला നിന്റെ रहा है, നന്മ കാണാൻ ആഗ്രഹിക്കുന്നു. उसकी इच्छा ये है कि तू आशीष बना. മരണത്തിലോട്ട് വിളിക്കുന്നവൻ जो तुझे मृत्यु की ओर बुला നിന്റെ रहा है, തിന്മ കാണാൻ ആഗ്രഹിക്കുന്നു. वो तेरी बुराई देखना चाहता है. പക്ഷെ പ്രത്യേകത എന്താണെന്നറിയോ? पर इनकी खासियत क्या है? തിന്മ കാണാൻ ആഗ്രഹിക്കുന്നവൻ जो तेरा बुरा देखना चाहता നിന്നെ है, ഫേക്ക് നന്മ കാണിച്ച തിന്മയിലോട്ട് വലിക്കുന്നു. हाँ, जो तुझे बुराई की ओर लेकर जाने चाहता है, वो तुझे नकली आशीषें दिखाता है और अपने पास खींचता है. സമ്പത്ത് തരും, धन देता है അത് നാശത്തിലോട്ട് കൊണ്ടുപോകാനാ. ताकि तू नाश की ओर जाए. ഫ്രണ്ട്ഷിപ്പ് തരും. दोस्त ऐसे दे എന്ന് देते പറഞ്ഞാൽ നല്ല हैं. ഫ്രണ്ട്സിനെ തരത്തില്ല, अच्छे दोस्त नहीं, നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന ഫ്രണ്ട്സിനെ തരും. ऐसे दोस्त जो अच्छे लगते हैं. ആമേൻ. അവർ നിന്നെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകും. वो तुझे गलत मार्गों पर लेकर അപ്പൊ जाएगा. ഇതിന്റെ പുറകിൽ ആരാ? तो इसके पीछे कौन है? നന്മയുടെ മുഖംമൂടി ധരിച്ച് ഒരു തിന്മ വരികയാണ്. भलाई का नकाब पहनकर एक बुराई तेरे पास आती है. അവന്റെ പേരാ സാത്താൻ. उसी को शैतान बुलाते हैं. അവന് വേഷം കെട്ടാനേ അറിയൂ. वो नकाब ही पहनता है, അവൻ ഒറിജിനൽ രൂപമില്ല, क्योंकि उसका यथार्थ का कोई रूप नहीं. അതുകൊണ്ട് അവൻ വേഷം കെട്ടും. तो वो नकाब पहनता है. എന്നാൽ എന്റെ കർത്താവിന് ഒറിജിനൽ രൂപമുണ്ട്. पर मेरे परमेश्वर का एक यथार्थ रूप है. അവൻ തത്വത്തിന്റെ മുദ്രയാ. जो सृष्टि का जो कण है
उस कण के ऊपर उसकी ही मुद्रा लगी हुई है। അവനൊരാളത്വമുണ്ട്, उसका एक व्यक्तित्व है, അവനൊരു തേജസ്സുണ്ട്, उसके अंदर एक महिमा है, അവനൊരു രൂപമുണ്ട്. उसका एक रूप है। സാത്താൻ ഇതൊന്നുമില്ല. शैतान के पास ये कुछ नहीं। അവൻ കൂട്ടുകാരന്റെ വേഷം കെട്ടും, वो कभी दोस्त का नकाब पहनता അവൻ है, പാമ്പിന്റെ വേഷം കെട്ടും, कभी सर्प का नकाब അവൻ पहनता है, സിംഹത്തിന്റെ വേഷം കെട്ടും, कभी शेर का नकाब അവൻ पहनता है, ദൂതന്റെ വേഷം കെട്ടും, कभी स्वर्गदूत का नकाब അവൻ पहनता है। ഏത് രൂപങ്ങളുടെയും വേഷം वो കെട്ടും. कोई भी रूप लेने के लिए तैयार है। എന്തിനു വേണ്ടി? क्यों? നന്മയുടെ പേരിൽ നിന്റെ അകത്ത് തിന്മ അടിച്ചേൽപ്പിക്കണം. आशीष के नाम में तेरे अंदर वो बुराई को उत्पन्न പക്ഷെ करते। എന്റെ യേശു അങ്ങനല്ല. पर मेरा यीशु ऐसा അവൻ नहीं। ഒരു രൂപമുള്ളത് കൊണ്ട് यीशु का एक रूप അവൻ है, അഭിനയിക്കണ്ട. तो वो नाटक नहीं करता। അവൻ ഉവ്വ എന്ന് പറഞ്ഞ ഉവ്വ എന്നാ, वो हाँ बोले तो हाँ, അവൻ ഇല്ല എന്ന് പറഞ്ഞ ഇല്ല वो എന്നാ. ना बोले तो ना। നിന്റെ നന്മയാണ് അവന് ഇഷ്ടം. उसकी इच्छा तेरी अच्छाई അവനിൽ है। നന്മയേ ഉള്ളൂ, यीशु मसीह के अंदर केवल भलाई അവനിൽ है, നീതിയേ ഉള്ളൂ, उसके अंदर केवल धार्मिकता है, അവനിൽ സത്യമേ ഉള്ളൂ. उसके अंदर केवल सच्चाई है। മനസ്സിലാകുന്നവർക്കായി ഞാൻ जिसको ये समझ में आता है वो हाथ उठाकर परमेश्वर की स्तुति करे। ആമേൻ. हालेलुया।